എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് അവകാശപ്പെടാം. കോഴിക്കോട് MP സാറ് അവിടെയാണ്. പക്ഷെ ഞാൻ അധികം കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കഥകൾ വെച്ചിട്ട് പ്രശാന്ത് നാരായണൻ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള മഹാസാഗരം എന്നുള്ള നാടകത്തിൽ 2 കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരുന്നത്. അത് വടക്കൻ വീരഗാഥയിലെ ഓടിയാർച്ചയും അതുപോലെ കുട്ടിയെഴുത്തിയിലെ കുട്ടിയെഴുത്തിയുമായിട്ട്. സിനിമയിൽ അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും നടന്മാരല്ലാത്തത് കൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്നും ഒരു ഓപ്ഷൻ പോലും ആവില്ല എന്നുള്ളത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന അപ്രതീക്ഷിത സമയത്താണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാവുന്നതും അതിനുവേണ്ടി അശ്വതി ചേച്ചിയും അതുപോലെ തന്നെ സുധീരേട്ടനും അരുൺചേട്ടനും ഒക്കെ നമ്മളെ സമീപിക്കുന്നതും താങ്ക് യു. അതിൽ ജയരാജ് സാറിനെ എൻ്റെ ഗുരുനാഥൻ, എന്നെ ആദ്യമായി സിനിമയിലേക്ക് എത്തിച്ച എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ജയരാജ് സാറിൻ്റെ സ്വർണം തുറക്കുന്ന സമയം എന്ന സിനിമയിൽ സീതാലക്ഷ്മി അങ്ങനെ ആ ഒരു കഥാപാത്രത്തിലേക്ക് എന്നെ ക്ഷണിച്ചത്. ഇന്ന് പടം കണ്ടു, വളരെ മനോഹരമായിട്ടുണ്ട് സാർ. അതോടൊപ്പം തന്നെ വേണു സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷം പ്രിയദർശൻ സാർ ഓളും തീരും എന്ന സിനിമ എടുക്കുന്ന സമയത്ത് വിവാത്തു എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഒരു ക്ഷണം കിട്ടി. ഈ 2 കഥാപാത്രങ്ങൾ, ഈ ആന്തോളജിയിൽ 2 കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യവും എനിക്ക് ലഭിച്ചു. അതിന് പ്രിയദർശൻ സാറിനുള്ള ഒരുപാട് ലെജൻസിന്റെ കൂടെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ദുർഗെ ഉമ്മ സംസാരിക്കുമ്പോൾ മിണ്ടരുത് ബീസു. ദുർഗാകൃഷ്ണയുടെ അമ്മയായിട്ടാണ് ഒരു റോള്. പ്രത്യേകം ഞാൻ മീഡിയനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദുർഗയുടെ അമ്മയായിട്ട് ഇനി അഭിനയിച്ചുകൊണ്ടിരി മുന്നോട്ട് അമ്മ വേഷങ്ങൾ കൈലാഷ് അമ്മ വേണമെന്ന് പറയുമ്പോൾ എൻ്റെ പേര് പറയരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന് സമയമുണ്ട്. ഇത് MP സാറിന്റെ കഥയായതുകൊണ്ട് അതൊക്കെ നമ്മളൊരു ഭയങ്കര ആഗ്രഹമല്ലേ, അല്ല എന്തൊരു പാസിംഗ് റോള് കിട്ടിയാൽ അത് മതി, അതുകൊണ്ട് തൃപ്തിപ്പെടുന്ന അത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ ഒരു ആഗ്രഹം കൊണ്ട് അഭിനയിച്ചതാണ്. വളരെ ഈ 2 കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കാൻ ലഭിച്ച ഭാഗ്യം സന്തോഷത്തോടു കൂടിയിട്ട് ഓർക്കുന്നു. C5നോടും സരിഗമയോടും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എൻ്റെ മകളായിട്ട് വളരെ ഗംഭീരമായ പ്രകടനം നടത്തിയിട്ടുള്ള എൻ്റെ നാട്ടുകാരിയും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള ദുർഗാകൃഷ്ണയെ സ്നേഹപൂർവ്വം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Okay, Durga, please. Next it was definitely you. Nabisu alle. അതെ, നബീസു. വിളിച്ചാൽ പിന്നെ സ്റ്റേജിലേക്ക് വരാണ്ട് എടുക്കാൻ പറ്റില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂമാണ്. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നത്. അതിന് ആദ്യം തന്നെ സുധീരേട്ടനായിരുന്നു ഈ ഒരു നബീസു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ റോളോ പേരിലേക്ക് ക്ഷണിക്കുന്നത്. ഫസ്റ്റ് സുധീരേട്ടനായിരുന്നു. അപ്പം സുധീരേട്ടനോട് ആദ്യം തന്നെ നന്ദി പറയാണ്. അതുപോലെ ഇപ്പം ലാലേട്ടൻ പോയി, ലാലേട്ടനും MP സാർ, അശ്വതി ചേച്ചി കാണില്ല ചേച്ചി, പ്രിയദർശൻ സാർ, സന്തോഷ് സെവിൻ സാർ, സാബു സെവിൻ സാർ, എല്ലാവരോടും ഈ ഒരു ടീമിന്റെ ഭാഗമാവാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പം C5നോടൊക്കെ വലിയ താങ്ക്സ്. അതുപോലെ സരിഗമ, ന്യൂസ് വാല്യൂ എല്ലാവരോടും ഒരുപാട് നന്ദി. ഓക്കെ, ഇനി അടുത്തതായി ഞാൻ പറയട്ടെ, ശിവദ. താങ്ക് യു ദുർഗ, താങ്ക് യു ഉമ്മി, നബീസുക്ക് നന്ദി, താങ്ക് യു. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് MP സാറിനെ കാണുന്നത് നീലതാമരയുടെ ഓഡിഷൻ കൊടുത്ത സമയത്താണ്. അന്ന് കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്ത് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുധീരേട്ടൻ ഇങ്ങനത്തെ ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞ് എന്നെ വിളിക്കുന്നത്. ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാനിപ്പോൾ ഇതിൽ ചെയ്തത് പ്രിയൻ സാറ് ഡയറക്ട് ചെയ്ത ശിലാവിന്, അതിൽ നിശ്ചയത്തെ കൂടിയാണ്. കുറച്ചേ ഉള്ളൂ, എനിക്ക് തോന്നുന്നു ഒരു ഒറ്റ സീൻ അത്രയേ ഉള്ളൂ. പക്ഷെ എങ്കിലും ഞാനത് ഭാഗ്യമായിട്ട് കരുതി ഞാൻ എത്തി. കാരണം
ഒരുപാട് സന്തോഷം. ഇത്രയും വലിയ ലെജൻഡറി ആയിട്ടുള്ള സാറിന് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റി. സാറിന് അപ്പോഴും കണ്ടില്ല, പിന്നെ സാറിനെ കാണുന്നത് അശ്വത ചേച്ചിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് മോൾക്ക് സാറാണ് എഴുത്തിനെത്തിയത്. അപ്പൊ അത് വളരെ ഒരു ഭാഗ്യമായിട്ട് തോന്നി. ഈ പടം ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ മോൾക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത്രയും കുറെ നല്ല നല്ല ഡയറക്ടേഴ്സ്, ഇത്രയും നല്ല ലെജൻഡറി ആയിട്ട് ഒത്തിരി ആക്ടേഴ്സ് ഈ ഒരു നല്ലൊരു സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമായിട്ട് കരുതാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു മഹിളാ സമാജ്.